ഇതൊക്കെ പുള്ളി മരിച്ചപ്പോ ജീവിക്കണ്ട, രക്ഷയില്ല, ഇനി മുൻപോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്, കുഞ്ഞുങ്ങൾ ഒരു മാനസിക, ഞങ്ങൾ വഴക്കം തമ്മിലായിരുന്നു, മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. പിന്നെ എനിക്കിപ്പോ ഈ പശുവിലേക്ക് വന്നേ, പിന്നെ ഞാനൊരു 12 വർഷമായി ഇപ്പൊ ഈ പശുവിനെ വളർത്താൻ വേണ്ടിട്ട്. പശുവിലേക്ക് ഒരു കാര്യം ചോദിച്ചിട്ട്, അപ്പൊ എത്ര പശു നമ്മൾ അന്നേരം ഒരു പശുവിനെ ഞാനൊരു 3 പശുവിനെ മേടിച്ചു. അതിൽ ഒരു വ്യക്തി എനിക്ക് 1 ലക്ഷം രൂപ സഹായിച്ചു. അതിൽ നിന്ന് ഞാൻ 3 പശുവിനെ വാങ്ങിച്ചു. പിന്നെ എനിക്ക് ഇനി തൊഴുത്തൊക്കെ നന്നാക്കി നല്ല രീതിയിൽ പണിത് തരാം. ഇപ്പൊ നമ്മളുള്ളത് മൂവാറ്റുപുഴയ്ക്കടുത്ത് തൃക്കളത്തൂരുള്ള വിജയമ്മ ചേച്ചിയുടെ അടുത്താട്ടോ. കഴിഞ്ഞ 1 വർഷം മുമ്പ് വിജയമ്മ ചേച്ചിയുടെ പശു വളർത്തലിന്റെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ വന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാല് വിജയമ്മ ചേച്ചിയുടെ പശു വളർത്തലുണ്ടായ മാറ്റങ്ങൾ കാണാൻ വേണ്ടി വന്നിരിക്കാട്ടോ. അപ്പൊ ഇടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിനോബി. ഇപ്പൊ ഇവിടെ ചേച്ചി 10 പശുക്കളും 12 ആടുകളുമാണ് ഉള്ളത്. അപ്പൊ ഇവരുടെ കാര്യങ്ങളെല്ലാം ചേച്ചി ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് ചേച്ചിയുടെ ജീവിതാനുഭവങ്ങളും ചേച്ചിയുടെ പശു വളർത്തലുണ്ടായ മാറ്റങ്ങളുമാണ്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് കേട്ടോ. ചേച്ചി നമസ്കാരം. നമസ്കാരം. ഓക്കെ, എങ്ങനെയുണ്ട്? എങ്ങനെ പശു വളർത്തൽ? ലാഭകരമാണ്, വളരെ നല്ല ലാഭകരമാണ്. ഞാനിപ്പോ ഈ പശുവിന്റെ കാര്യം മാത്രമേ നോക്കി അങ്ങോട്ട് മുൻപോട്ട് പോവാണ്. ഇപ്പൊ 10 പശു എനിക്കുണ്ട്, 12 ആടുകളുണ്ട്, കറക്കണ 5 പശു, പ്രസവിക്കാറായ 2 പശു, 3 പശു ചെനയിൽ നിൽക്കണം. അങ്ങനെയൊക്കെ വളരെ നല്ല രീതിയിലാണ് ഇപ്പൊ മുൻപോട്ട് പോണത്. ഞങ്ങൾ ആദ്യം എത്ര പശു ഉണ്ടായിരുന്നു? 6 പശു. 6 പശു. പിന്നെ അവള് കൂട്ടിയിട്ടു പശു കൂട്ടി വരുവാണ്. എത്ര പശുവിനെ വളർത്താനുള്ള ഒരു ധൈര്യമാണ് എനിക്കിപ്പോ. ഒറ്റയ്ക്ക് എത്ര പശുവിനാണ് ഞാൻ 10-20 പശുവിനെ ഞാൻ വളർത്തും. ഞാൻ വെളുപ്പിനെ എനിക്ക് കറന്ന് എനിക്ക് ഈ ജോലി ചെയ്യുന്നതിൽ വളരെ സന്തോഷമാണ്. മനസ്സുമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാം എനിക്ക് വളരെ സന്തോഷമാണ്. അപ്പൊ നമുക്കൊന്ന് പശുക്കളൊന്ന് കണ്ടാലോ? ഓക്കെ. അന്ന് കുറച്ച് പശുക്കളുള്ളായിരുന്നു. ഇത് ഞാൻ പ്രസവിച്ച പശുവിന് പാലിന് കൊഴുപ്പ് കുറവായിട്ട് ഇടക്കറവ പശുവിനെ വാങ്ങിച്ചതാ. അപ്പൊ പാലിന് കൊഴുപ്പ് ഉള്ള പാല് കൊടുക്കാൻ വേണ്ടി. അപ്പൊ ഈ കുട്ടി ഏതാ? അത് അതിന്റെ കുട്ടിയാ. അത് ശംഭു എന്നാ അവന്റെ പേര്. ശംഭു. കഴിഞ്ഞ തവണ പറഞ്ഞായിരുന്നു എല്ലാത്തിനും പേരുണ്ട്. ഇതിന് ശംഭു എന്നാ പേര്. മണിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ. ചേച്ചി ശരിക്കും ഉണ്ടല്ലോ ഈ പശു വളർത്തലേക്ക് വരാനുള്ള കാരണം എന്താ? എനിക്ക് ഏത് ജോലി ചെയ്തിട്ട് ഇതാണ് എനിക്ക് വളരെ താല്പര്യമായിട്ട് തോന്നുന്നത്. വളരെ സന്തോഷം, മനസ്സുകൊണ്ടൊക്കെ സന്തോഷമായതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് തന്നെ വന്നത്. ഇനി എനിക്ക് കൂടുതൽ പശുവിനെ വളർത്തണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ചേച്ചി ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ? ഒറ്റയ്ക്ക് ഞാൻ ചെയ്യണേ, എല്ലാ പണി ഞാൻ ഒറ്റയ്ക്കാണ്. എനിക്ക് വേറെ ആരും സപ്പോർട്ട് കൂടി ചെയ്യുന്നത് എനിക്ക് താല്പര്യമില്ല. എന്നുവെച്ചാൽ അവരാരും അത്രയും കൂടെ സഹകരിക്കില്ല. ഒരാൾ ഇവിടെ കുറച്ച് ദിവസം പണിക്ക് വന്നു, അത് തന്നെ പറയാതെ ഇട്ടിച്ചു പോയി. അങ്ങനെയൊക്കെ. ഓക്കെ. അപ്പം പിള്ളേരൊക്കെ ജോലിയാ, 2 പേർക്കും ജോലിയാ. ഞാൻ തന്നെ രാവിലെ 3 മണിക്ക് വരും, തന്നെ കുളിപ്പിച്ച് കറന്ന് വീടുകളിൽ കൊണ്ടുപോകും, സൊസൈറ്റി കൊണ്ടുപോകും. 7 മണി 8 മണി ആകുമ്പോൾ തന്നെ എന്റെ എല്ലാ പണിയും കഴിയും. ഇത് പ്രസവിച്ച് കുഞ്ഞ് വയറ്റിൽ കിടന്ന് ചത്തു കിടന്നു. എനിക്കറിയില്ലായിരുന്നു. വൈകുന്നേരം ആയപ്പോ പശു പ്രസവിക്കുന്ന രീതി കാണിച്ചു, കൈയൊക്കെ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഡോക്ടറെ വിളിക്കുമ്പോൾ രാത്രിയായിരുന്നു. പിന്നെ ഞാൻ വേറൊരാളെ വിളിച്ചു ഇങ്ങനെ വലിച്ചെടുത്തു. കുട്ടി ചത്തുപോയായിരുന്നു. പിന്നെ അത് വീണുപോയി, കാൽസ്യം കുറഞ്ഞിട്ട് പിന്നെ കാൽസ്യം കയറ്റി വീണുപോയി. എനിക്കില്ലാന്ന് വിചാരിച്ചിരുന്നു, പോയി രക്ഷയില്ലാന്ന് ഓർത്തിരുന്നു. എന്നിട്ട് അതിന് ഞാൻ മരുന്ന് കൊടുത്ത് മൃഗാശുപത്രിയിലെ ഡോക്ടറൊക്കെ നല്ല ടോണിക്കൊക്കെ തന്നു, മരുന്ന് കൊടുത്ത് ഇപ്പൊ അവള് മിടിക്കായി. ഇപ്പൊ 10 ലിറ്റർ പാല് കറക്കണ്ട അവളെ. മിടിക്കായി. ഞാൻ ഒരുപാട് സങ്കടം വന്നു എനിക്ക്. എന്നാലും ഞാൻ പ്രതീക്ഷ കൈവിടിയാതെ അവളെ ഉയർത്തി കൊണ്ടുവന്നു. അപ്പൊ ഈ തൊഴിൽ ഏറ്റവും പ്രിയപ്പെട്ട റാണി അവളാണ് റാണി. അപ്പൊ ഇതിനെ വാങ്ങിച്ചതാണോ ചേച്ചി? ഈ പശുവിനെ വാങ്ങിച്ച 3 പശുവിനെ ഞാൻ മേടിച്ചിട്ടുണ്ട്. അതിൽ ഒന്നിനെ ഉച്ചക്കറവില്ലാത്തോണ്ട് കൊണ്ടുവന്നിട്ടില്ല. ഈ പശുവിനെ 8 മാസം ചൈന എളുപ്പം വാങ്ങിച്ചതാ. എന്നിട്ട് അത് ഇവിടെ കിടന്ന് പ്രസവിച്ചത്. അപ്പൊ എത്രാമത്തെ? ഇത് 4ാമത്തെ പ്രസവം. നല്ല ആളാണ്. ഇത് മോഴപ്പശു. ഈ മിഷൻ നമുക്ക് തണുപ്പിക്കാനുള്ള അടിച്ച് ഇതല്ലേ മിഷൻ. ഇല്ല, അന്ന് വന്നിട്ടില്ല. ഇന്നാള് മോൻ മേടിച്ചെന്നാ എനിക്ക്. ചൂടുള്ള ഇതിന് ഇപ്പൊ 6000 രൂപയ്ക്ക് അവൻ എനിക്ക് വാങ്ങിച്ചെന്ന് വെച്ച് പോയതാ. പ്രഷർ പമ്പ്. ഇതിപ്പോ പശുത്തൊഴുത്ത് കഴിയാൻ എളുപ്പമല്ലോ അല്ലേ? വെള്ളം കുറച്ച് മതി. ഇപ്പൊ കുറച്ചും കൂടി സിമ്പിൾ ആക്കിയില്ലേ പശുത്തൊഴുത്തിലെ കാര്യങ്ങളൊക്കെ? എളുപ്പത്തിന് ഈ ചൂടല്ലേ തണുപ്പിച്ചെടുക്കാൻ. അന്ന് കുറച്ച് ഓസൊക്കെ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇതാകുമ്പോ തണുപ്പിച്ചെടുക്കാൻ നന്നായിട്ട്. വെള്ളം ഓവറായിട്ട് ചെലവാവൂല. പിന്നെ ഈ ആന്തലും ഈച്ച വന്നിരുന്ന കടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലതാ. പെട്ടെന്ന് മാറിക്കോളൂ. അങ്ങനെ തണുപ്പിച്ചു കൊടുക്കും.
നന്നായിട്ട് അങ്ങനെ തണുപ്പിച്ചു കൊടുത്താൽ പശു നല്ല ഇതായിട്ട് നിന്നോളും. ഞങ്ങൾ അന്ന് ഇവിടെ വന്ന് വീഡിയോ ഒക്കെ എടുത്തില്ലേ, അതിനുശേഷം എന്ത് മാറ്റമാണ് ഈ പശുത്തൊഴുത്തിൽ വരുത്തിയിരിക്കുന്നത്? ഈ പശുവിനെ ഞാനൊരു 3 പശുവിനെ മേടിച്ചു. അതിൽ ഒരു വ്യക്തി എനിക്ക് 1,00,000 രൂപ സഹായിച്ചു. അതിൽ നിന്ന് ഞാൻ 3 പശുവിനെ വാങ്ങിച്ചു. പിന്നെ എനിക്ക് ഇനി തൊഴുത്തൊക്കെ നന്നാക്കി നല്ല രീതിയിൽ പണിത് തരാം. കുറെ 10-20 പശുക്കളെ മേടിച്ച് വളർത്താനാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ ഈ പശുവിനെ വളർത്തി കഴിഞ്ഞ പിന്നെ അദ്ദേഹവും ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. ഈ പശുക്കളെയും കാണുന്നുണ്ട്, പശുക്കൾക്ക് കൊടുക്കുന്ന തീറ്റയും വീഡിയോ എല്ലാം കാണുന്നുണ്ട്. ഇടപ്പറമ്പിൽ ഫാമിന്റെ വീഡിയോ കാണുന്നുണ്ട്. ഈ വീഡിയോ കണ്ടപ്പോ ഇപ്പൊ പശുവിന്റെ വീഡിയോ എല്ലാം കാണുന്നുണ്ട്. അപ്പൊ ഓരോ കാര്യങ്ങൾ എന്നോട് ഓരോന്ന് പറഞ്ഞു തരും. അങ്ങനെ ഇപ്പൊ പുല്ല് നടാനുള്ള കുറെ സ്ഥലങ്ങളൊക്കെ എടുത്തു തന്നിട്ടുണ്ട്. അവിടെ ഇനി ആളെ കൂട്ടി പുല്ലൊക്കെ നടിക്കാനുള്ള പ്ലാനിലാണ് നിൽക്കണേ. അവര് എത്ര പശുവിനെ ചേച്ചിക്ക് വളർത്താൻ പറ്റും അത്രയും പശുവിനെ ആളെ വെച്ച് ചെയ്യിച്ചോളാനാന്ന് പറഞ്ഞേ. വളരെ സന്തോഷം. അപ്പൊ എന്റെ ബിസിനസ്സിൽ എനിക്കൊരു വലിയൊരു വിജയല്ലേ അത്? വളരെ വലിയൊരു വിജയമാണ്. വീഡിയോ എടുത്ത് നന്നായില്ലേ? പിന്നല്ലേ ഒരുപാട് വീഡിയോ എടുത്തതില് എനിക്ക് സന്തോഷമായി. ഞാനും ഒരുപാട് വിഷമിച്ച് ഒത്തിരി വിഷമിച്ചു. എനിക്ക് അന്നേരം സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ എനിക്ക് അങ്ങനെയില്ല. ഇപ്പൊ എനിക്ക് ഞാനൊന്ന് വീണാലും താങ്ങാനൊരു ആൾക്കാരുണ്ടല്ലോ, സപ്പോർട്ടിന് ആൾക്കാരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്കൊരു വളരെ സന്തോഷമുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന് മുന്നേക്കുള്ള അവസ്ഥ എന്തൊക്കെയായിരുന്നു? ഇതിന് മുന്നേ വളരെ മോശമായിട്ട് തൊഴുത്തൊക്കെ ഇങ്ങനെ ഇതായി കിടക്കുമായിരുന്നു. ഇനിയിപ്പോ ഇന്ന് പണിയാൻ ആളെ വെച്ച് അളവെടുത്തോണ്ട് പോയതാ. അവർക്ക് വേറെ ധൃതി പണിയായതുകൊണ്ടാണ് ഇതൊന്നും പണിയാതിട്ടങ്ങനെ. അപ്പൊ രക്ഷരം മഴ പെയ്താലും ഇപ്പൊ നനയില്ലല്ലോ. അപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവര് വരാന്ന് പറയണം. അപ്പൊ ഈ ഷീറ്റ് എടുത്ത് ഇങ്ങോട്ട് കയറ്റിയെടുത്ത് ഇവിടെയും 10 പശുവിനെ, അവിടെയും 10 പശുവിനെ, ആ സൈഡും 10 പശുവിനെ, 20 പശുവിനെ കെട്ടാന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഒരു 10-10,000 രൂപ ആരോടെന്ന് ചോദിച്ചാലും നിമിഷങ്ങൾ നമുക്ക് എടുക്കും. ഇപ്പൊ ലോണൊക്കെ കറക്റ്റായിട്ട് അടഞ്ഞുകൊണ്ട് ഞാൻ എടുത്തങ്ങനെ ലോണൊക്കെ അടഞ്ഞുകൊണ്ട്. അപ്പൊ ബാങ്കുകാർ എന്നോട് ചോദിക്കുക ഇനിയും ലോൺ വേണോ, ഇനിയും ലോൺ വേണമെന്ന് എല്ലാം വേറെ ബാങ്കിൽ നിന്നൊക്കെ വിളിച്ചു ചോദിക്കണ്ടേ. കറക്റ്റായിട്ട് എല്ലാ മാസവും കറക്റ്റായിട്ട് ഞാൻ ലോൺ അടച്ചുകൊണ്ട് ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല എനിക്ക്. ഇപ്പൊ 10 പശു ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ എത്രത്തോളം പാലുൽപാദനം ഉണ്ട്? ഇപ്പൊ പാല് ഒരു 10-60 ലിറ്റർ പാല് ഞാൻ വീടുകളിലും സൊസൈറ്റിയിലായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. വീടുകളിലാണ് അധികം പാല് എത്തിച്ചു കൊടുക്കുന്നത്. 2 ലിറ്റർ ഒക്കെ മേടിക്കുന്ന ആൾക്കാരുണ്ട്, 1 ലിറ്റർ വാങ്ങിക്കണവരുണ്ട്, 1/2 ലിറ്റർ വാങ്ങിക്കണവരുണ്ട്, അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പൊ കുറച്ചും കൂടി വിപുലമാക്കിയിട്ട് വളരെ സന്തോഷത്തില മുന്നോട്ട് പോകാനാണ് ആഗ്രഹം അല്ലേ? അന്ന് പൈനാപ്പിൾ തണ്ടല്ലേ കൊടുത്തോണ്ടിരുന്നത്, അപ്പൊ ഇപ്പൊ കൊടുക്കണുണ്ടോ? ഇപ്പൊ പൈനാപ്പിൾ കിട്ടാനില്ല, അതുകൊണ്ട് ഞാൻ പുല്ലുണ്ട്, ഇഷ്ടമാതിരി പുല്ലുണ്ട്. ഇതിപ്പോ ചേച്ചി ഇത് പാടത്തുണ്ടാവണ പുല്ല. ഇത് നെൽകൃഷി ചെയ്യുന്നിടത്തില് ഇങ്ങനെ ഇതിങ്ങനെ ഞാറ് നടുമ്പോലെ പുല്ല് മരുന്നടിച്ചിങ്ങനെ നടും. എന്നിട്ട് ഇങ്ങനെ പടർന്ന് ഇങ്ങനെ ഉണ്ടായി കോർത്ത് വലിച്ചിട്ടായി കഴിയുമ്പോ അതിന്റെ മുകളിൽ താടൂല. അതിന്റെ മുകളിൽ കൂടെ നമുക്ക് ഈ ബൂട്ട് ഇട്ടുകൊണ്ട് നടന്ന് പുല്ല് മുറിക്കാം. ഈ പുല്ല് അങ്ങനെ ഇഷ്ടംമാതിരി, ഈ പുല്ല് ഇഷ്ടംമാതിരി മുറിക്കാനുണ്ടോ ഒരേ പാടത്തോടെ നട്ടിട്ട്. അപ്പൊ ഒരു കണ്ടത്തിൽ നട്ടാ അടുത്ത കണ്ടത്തിലേക്ക് കയറി വരും. ഇത് നല്ല പുല്ലാതാ. ഇത് കൊടുത്താ വയറിളക്കമൊന്നും ഉണ്ടാവില്ല. നല്ല പുല്ലാതാ. ഇത് തന്നെ വൈകുന്നേരം പോയി വെട്ടും, രാവിലെയും പോയി വെട്ടും. അവിടുന്ന് കുറച്ച് പോണം, ഒരു കിലോമീറ്റർ ദൂരെ പോണം. പൈനാപ്പിൾ തണ്ട് ഇപ്പൊ കിട്ടാനില്ല. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് ഉണ്ടാവുള്ളൂ. പുൽകൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടുന്ന് പോയി വെട്ടിക്കൊണ്ടാ ഈ പുല്ല്. ഈ പുല്ല് ഇപ്പൊ ഇന്ന് വെട്ടിക്കൊണ്ടു, 5 വെട്ടിക്കൊണ്ടു. ഇതൊക്കെ ഞാൻ തന്നെ വെട്ടിക്കൊണ്ടുവരാം. ഇന്നിപ്പോ നാളെ ഒരു അത്യാവശ്യ കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ക്ഷേത്രത്തില് ഉത്സവമാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞാൻ കൂടുതൽ പുല്ല് വെട്ടി കൊണ്ടുവന്നിട്ടതാ. അപ്പൊ സമയം കിട്ടും പോവാൻ സമയം കിട്ടും. രാവിലെ ഞാൻ പണിയൊക്കെ കഴിച്ചിട്ട് പോകും. പിന്നെ ഞാൻ കുറച്ച് പൈനാപ്പിൾ കണ്ട് ഒരു സ്ഥലത്ത് തോട്ടം വെട്ടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് വെട്ടിക്കൊടുന്നുള്ളൂ. ഇനി കുറച്ചോളം വെട്ടാനുണ്ട്. അത് ആളെ കൂട്ടിയിട്ട് വേണം വെട്ടാൻ. അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ചക്കമടല കൊടുക്കും. ചക്കമടല കൊടുക്കും. അത് ഒരു വീടുകളിൽ നിന്ന് തരും. എല്ലാത്തിനും കൊടുക്കൂല. കറവില്ലാത്തതിന് ചെനയുള്ളതിനൊക്കെ കുറേശ്ശെ കൊടുക്കുള്ളൂ, ഒരുപാട് കൊടുക്കൂല. അപ്പൊ തീറ്റ കുറയ്ക്കാൻ പറ്റുന്നുണ്ടോ? തീറ്റ കുറയ്ക്കാൻ പറ്റും. പെല്ലറ്റ് ഞാൻ അങ്ങനെ കൊടുക്കണില്ല. എല്ലാത്തിനും 2 കിലോ വേപ്പ് കൊടുക്കുള്ളൂ. അവൽത്തോടും കൊടുക്കും. പിന്നെ കുറച്ച് പുല്ല് കൊടുക്കും. പുല്ല് ധാരാളം കൊടുക്കും. പുല്ലിപ്പോ ഇഷ്ടംമാതിരി ആയി. ഇടയ്ക്കിടയ്ക്ക് കൂട്ടിക്കലർത്തി കൊടുക്കുമ്പോ കുഴപ്പമില്ല. അപ്പൊ ചേച്ചിയുടെ ആട് ഇതാട്ടോ. അതെ, ഇതിപ്പം ഇത് എത്ര മാസമായി ചേച്ചി? ഇത് 3 മാസമായതാ. അത് 3 മുട്ടന്മാരാ. 3 മുട്ടന്മാരാ ഇപ്പൊ എനിക്കെല്ലാം ഉണ്ടാവണേ. എല്ലാവരും വീട്ടിൽ ആരുമില്ല, ബുദ്ധിമുട്ടായി പ്രയാസപ്പെട്ടിരിക്കുന്നവര് പശുവിനെ വളർത്താൻ കഴിയുന്നില്ല. ഒരു ആടിനെ തന്നെങ്കിലും വളർത്തിയാൽ അവർക്ക് ലാഭമാണ്. ഒരു ആടിനെ വളർത്തി കഴിഞ്ഞാൽ എന്തായാലും ക്രോസ് കഴിച്ച് പ്രസവിക്കുമ്പോൾ 2 കുഞ്ഞുങ്ങളുണ്ടാവും.
ആ 2 കുഞ്ഞുങ്ങളെ വളർത്തി നമുക്ക് ആവശ്യത്തിനുള്ള പാല് ചായക്കുള്ളും കിട്ടും. അതിനെ വളർത്തി അതിൻ്റെ പുറകെ നടന്നാൽ സുഖം. നമുക്ക് ഇഷ്ടമാതിരി അതിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായി പൈസ കിട്ടും. ഒരു വർഷം കൊണ്ട് ഒരു കുഞ്ഞുണ്ടായി, അത് 6 മാസം കൊണ്ട്, ഒരു വർഷം കൊണ്ട് ഒരു കുഞ്ഞ് പ്രസവിച്ച് നമുക്കതിൽ കാശുണ്ടാക്കാൻ പറ്റും. ഓക്കെ, ചേച്ചി കൽപ്പണി ചെയ്തോണ്ടിരുന്ന ആളായിരുന്നു. അപ്പൊ ചേച്ചിക്ക് അവിടെ സാമ്പത്തിക ബുദ്ധിമുട്ട്, പിന്നെ ഹസ്ബൻഡിന്റെ മരണം, ചേച്ചി ക്യാൻസർ വന്ന് മരിച്ചതാ. ആണല്ലേ? പുള്ളി മുസ്ലിംസ് ആയിരുന്നു, ഞങ്ങളെ സ്നേഹിച്ചു കെട്ടിയതായിരുന്നു. അത് ഇപ്പൊ 19 വർഷമായി മരിച്ചു കിട്ടും. അതിനിടയ്ക്ക് ഞാൻ ഒരുപാട് ജോലികൾ ചെയ്തു. ഒരുപാട് കെട്ടിട പണിക്ക് പോയിട്ടുണ്ട്, ആ സമയത്ത് ആരും തടി ചുമക്കാൻ പോയിട്ടുണ്ട്. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് സഹായിക്കാണ്ടായില്ല, ആരും ഉണ്ടായില്ല സഹായിക്കാൻ. പിന്നെ ഇങ്ങനെ ഞാനങ്ങോട്ട് വളർത്തി മനസ്സിനൊരു തന്റേടം വന്നു മുൻപോട്ട് ജീവിക്കാം. ആദ്യമൊക്കെ പുള്ളി മരിച്ചപ്പോ ജീവിക്കണ്ട, രക്ഷയില്ല, ഇനി മുൻപോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്, കുഞ്ഞുങ്ങൾ ഒരു മനസ്സിൽ ഞങ്ങൾ വഴക്കം തമ്മിലായിരുന്നു. മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. പിന്നെ എനിക്കിപ്പോ ഈ പശുവിലേക്ക് വന്നേ, പിന്നെ ഞാനൊരു 12 വർഷമായി ഇപ്പൊ ഈ പശുവിനെ വളർത്താൻ വേണ്ടിട്ട്. പശുവിലേക്ക് ഒരു കാര്യം ചോദിച്ചിട്ട്, അപ്പൊ എത്ര പശു നമ്മൾ അന്നേരം ഒരു പശു നിന്ന് ആരാ ഇതിന് പറഞ്ഞത് ഇങ്ങനെ പശു വളർത്തി കഴിഞ്ഞു? അത് അനിയത്തി ലണ്ടനിൽ പോയപ്പോ ഒരു പശുവിനെ എനിക്ക് തന്നിച്ചു പോയതാ. അപ്പൊ അതിനെ വളർത്തി ഇങ്ങനെ കൊണ്ടുവന്നു. എനിക്കറിയായിരുന്നു. ഞാൻ നേരത്തെ പശുള്ള വീട്ടിലൊക്കെ പണിക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ആയുധങ്ങളെയൊക്കെ നോക്കി പിന്നെ അങ്ങനെ നമ്മള് എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ നമുക്ക്. ഒരു പശുവിനെ വാങ്ങിച്ചു, അതിന് കുഞ്ഞുണ്ടായി. അങ്ങനെ പിന്നെ ഞാൻ 2-3 എണ്ണത്തിനെ മേടിച്ചു വളർത്തി. ആ സമയത്തൊക്കെ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ഒരുപാട് വീടുകൾ പാലിന് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ മിൽമ പാലല്ല അധികം ഉപയോഗിക്കുന്ന ആൾക്കാർ. ഇഷ്ടംമാതിരി വീടുകള് പാലുണ്ട്. എത്ര കടയിലൊക്കെ കൊടുക്കാൻ പാലുണ്ടെങ്കിൽ കൊണ്ട് കൊടുക്കാം. പക്ഷെ ഞാൻ ഒരാളായതുകൊണ്ട് കടയിൽ വരെ 5 മണിക്ക് പാലൊക്കെ കടയിൽ എത്തിക്കണം. അതിന്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ അതിന് 2-3 പശു കൊണ്ട് ഇപ്പൊ ഉടൻ തന്നെ പ്രസവിക്കും. അന്നേരം ഒരാളെ പാലിന് കൊണ്ടു കൊടുക്കാനായിട്ട് നിർത്തണമെന്നുണ്ട്, ഫാമിലി ഒരാളെ നിർത്തണമെന്നുണ്ട്. അപ്പൊ ഹസ്ബൻഡ് ഒക്കെ മരിച്ചപ്പോ 2 മക്കളല്ലേ? 2 മക്കൾ, 2 ആൺപിള്ളേരെ. അപ്പൊ അതെങ്ങനെ മാനേജ് ചെയ്തു? അവരൊക്കെ ഞാൻ പഠിപ്പിച്ചു മുൻപോട്ട് കൊണ്ടുവന്നപ്പോ ഒരാള് ഹോട്ടൽ മാനേജ്മെന്റിനെ പഠിച്ച് ജോലിയായി, ഒരാള് ക്യാമറ TTC ക്യാമറ ലിഫ്റ്റിന്റെ ഒക്കെ പണി. നല്ല വർക്കുകളാ പിള്ളേർക്ക്, നല്ല പിള്ളേരും നല്ല വർക്കുകളും. ആദ്യം പശു വളർത്തി അതിന് അതുകൊണ്ട് കിട്ടിയ വരുമാനം കൊണ്ടാണ് ഞാൻ മുൻപോട്ട് പോയത്. ആദ്യമൊക്കെ പൈസ കുറേശ്ശെ ചെലവാക്കും. എന്ന് വെച്ചാ വീട്ടില് 2 രൂപ ചെലവാക്കണത്തിൽ 1 രൂപ ഞാൻ ചെലവാക്കി അങ്ങനെ ഞാൻ മുൻപോട്ട് വന്ന്. ഇപ്പൊ എനിക്ക് മക്കളും എന്നെ സഹായിക്കും, സാമ്പത്തികമായിട്ട് സഹായിക്കും. പശുവിൽ നിന്നാവുമ്പോ എനിക്ക് ഒന്നിനും ഞാൻ വാടകയ്ക്ക് കിടക്കണം. ഇപ്പൊ എത്രയും വേഗം ഒരു പെര ഉണ്ടാക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതും ദൈവം എനിക്ക് നടത്തി തരും. സ്ഥലമുണ്ട്. അപ്പൊ ഞാൻ പിന്നെ ഈ സ്ഥലം മേടിച്ചു, ഫാം ഇരിക്കുന്ന സ്ഥലം ഞാൻ മേടിച്ചു. ഇനി ഒരു 10 പശുവിനെ വാങ്ങിക്കണമെന്നുണ്ട്. അതിനൊരാളെ എന്നെ സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെഡ് വേഗം വലുതാക്കി പണിത് അങ്ങനെ മുൻപോട്ട് പോകാൻ ആഗ്രഹം. ആട്ടിൻകുഞ്ഞുണ്ട് ചേച്ചി എവിടെ പോയാലും ചേച്ചിയുടെ കൂടെ കാണും കേട്ടോ. പേരെന്താ? ഇതുങ്ങൾക്ക് പേരിട്ടില്ല. ഇല്ലല്ലേ? ഇതിന്റെ അമ്മ എന്ത് പറ്റി ചേച്ചി? അതിന്റെ അമ്മ പ്രസവിച്ചപ്പോ അകിട് വീക്കം വന്നു. എന്നിട്ട് അതിന് ചവാറായിരുന്നു, കൊടുത്തല്ലേ. ഉണ്ടായിട്ട് 3-ാം ദിവസമാണ് അമ്മക്ക് സുഖമില്ലാതായത്. അപ്പൊ 5 ദിവസമായപ്പോ കൊടുത്തു. അപ്പൊ ചേച്ചി തന്നെ ആയിരിക്കും പാല് കൊടുക്കും. വന്നേടി. ഇതിന്റെ വിചാരം ചേച്ചിയാണ് അമ്മ ഞാനല്ലേ പാല് കൊടുക്കണേ. എന്നിട്ട് രാവിലെ അയച്ചു വിട്ടാ നടന്ന് തിന്നോളും. എന്നിട്ട് അവിടെ വരും. എന്നിട്ട് കുപ്പിയില് പാല് കൊടുക്കും. അതിനിപ്പോ പാല് കൊടുത്തില്ല, പുല്ലിന് വയറുണ്ട്. അതാ വയറ് ഒട്ടിക്കിടക്കേ. അപ്പൊ ചേച്ചി എവിടെ പോയാലും പശുവിനെ കറക്കുവാണെങ്കിൽ പശുവിന്റെ ചോട്ടിലേക്ക് വരും. അതെല്ലേ? അമ്മയെന്ന് ഇത് പ്രസവിക്കുന്നതിന് മുമ്പ് ഇതിന്റെ അമ്മയുടെ അകിട്ട് ഇങ്ങനെ ഇറങ്ങി ശരിക്കും വന്നു. എന്നിട്ട് അതിങ്ങനെ മുറിഞ്ഞ് പൊട്ടാറായി വീർത്തു വന്നു. ഒരു കാമ്പ് മാത്രം. അപ്പൊ മരുന്ന് കുറെ ഇഞ്ചക്ഷൻ ചെയ്തു. എന്നിട്ട് അത് പറ്റിയില്ല. അപ്പൊ പിന്നെ അതിന് ഒന്നും തിന്നണില്ല, കൊടുക്കില്ലാണ്ട് ഞാൻ കൊടുത്തു. അപ്പൊ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന വിജയമ്മ ചേച്ചിയുടെ പശു വളർത്തലും പിന്നെ വിജയമ്മ ചേച്ചിയുടെ അനുഭവങ്ങളുമാണ്. അപ്പൊ ഇതോടെ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.